വിവരങ്ങളൊക്കെ അറിയുന്നുണ്ട്. ഇവരുടെ അച്ഛന്റെ വലിയ ആഗ്രഹമായിരുന്നു ഉണ്ണിയുടെ സ്ക്രിപ്റ്റ് സിനിമയായി കാണാൻ. പിന്നെ ഷൂട്ടിങ്ങിന്റെ തിരക്കിനിടക്ക് ഇവിടുന്ന് ഫോൺ ചെയ്തിരുന്നത് ഞാൻ അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാ. അത് സാരമില്ല. കെ പോയിട്ടും ഇവർക്ക് ആ പടം ചെയ്യണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. ഇവിടെ കുറെ വാദിക്കുകയും ചെയ്തു. പക്ഷെ ബന്ധുക്കളെ സമ്മതിക്കണ്ടേ? കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു തീരുമാനം എടുത്താൽ മതി, പിന്നൊന്നും നോക്കണ്ട. പക്ഷേ ഇപ്പൊ അങ്ങനല്ലല്ലോ. ഇവിടുത്തെ കുറച്ചധികം പണം സിനിമയിൽ മുടങ്ങി കിടപ്പുണ്ട്. മറന്നിട്ടല്ല അത്. അയ്യോ, തരാനുള്ള പണം തിരിച്ചു വാങ്ങാനല്ല വിളിപ്പിച്ചത് മോളെ. ഇതിപ്പോ ഞങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന പണമാ. ഇതെടുക്കാൻ ഞങ്ങൾക്ക് ആരോടും ചോദിക്കണ്ട. അച്ഛൻ തുടങ്ങി വെച്ചത് പൂർത്തീകരിക്കാനല്ലേ. ഒരു സെക്കൻഡ്. കഴിയും ഏട്ടാ, അതല്ല, പലിശ കൂടുതൽ എടുക്കാന്ന് പറഞ്ഞിട്ടും അയാൾ കാശ് തരാൻ തയ്യാറായില്ല. 2 ലക്ഷം ഇപ്പൊ ഈ നേരത്ത്. പുറത്തു പോയിട്ട് അന്വേഷിക്കാന്ന് വെച്ചത് ഒറ്റപ്പാലല്ലോ. നീ വണ്ടി ഒന്ന് എടുക്ക്, പുറത്തു പോയിട്ട് വരാം. ഡാസി നോക്കി വിദിഷ കണ്ടിന്യൂ ചെയ്തോ. ഉണ്ണിയേട്ടാ, കാണാൻ ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഉണ്ണി, അന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് പണം തിരിച്ചു തരാൻ കഴിഞ്ഞില്ല. മുങ്ങിയതൊന്നുമല്ല, ഒരു നിർമ്മാതാവിന്റെ നിവൃത്തികേട് കൊണ്ട് നിന്റെ മുന്നിൽ വരാതിരുന്നതാ. എനിക്കൊരു അത്യാവശ്യം വന്നപ്പോ നീ എന്നെ സഹായിച്ചു. നീ ഇങ്ങനെ പ്രാണവായു ഇല്ലാതെ ഓടുമ്പോ നിന്നെ സഹായിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് സിനിമാക്കാരനാടാ. പിടിച്ചേ. താങ്ക് യു. കഥാതിരക്കഥ, സംഭാഷണം, സംവിധാനം ഒരാള് തന്നെ. അതൊക്കെ നല്ല കാര്യം. ഒപ്പം തന്നെ നിർമ്മാണവും അതും ഉണ്ടാവാറുണ്ട്. പക്ഷെ അഭിനയിക്കുന്നതും പുതുമുഖങ്ങളായാൽ ഈ സിനിമ കാണാൻ ജനം വരണ്ടേ? സാർ, തമിഴില് പലരും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. പലതും സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ട്. എന്നാ പിന്നെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയിക്കോ. എടോ, അവിടെയൊക്കെ ചിലപ്പോൾ അത് നടന്നു വരും. ഇവിടെ ഒന്നും ചെലവാകത്തില്ല. ഇവിടുത്തെ ആൾക്കാർക്ക് സൂപ്പർ സ്റ്റാർ വേണം. സൂപ്പർ സ്റ്റാർ അറിയാമോ? ഈ ചിത്രം വിതരണത്തിന് എടുക്കണോ വേണ്ടതെന്ന് താങ്കൾക്ക് തീരുമാനിക്കാം. പക്ഷെ നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യമുണ്ട്. മലയാളികൾക്ക് വേണ്ട സൂപ്പർ താരങ്ങളെയല്ല, നല്ല സിനിമയാണ്. അതാണെങ്കിൽ അവർ സ്വീകരിക്കും. എന്താ ഉണ്ണിയേട്ടാ? ഹേയ്, അയാൾക്ക് സൂപ്പർ സ്റ്റാറിനെ വേണമെന്ന്. ഇനിയിപ്പോ അറിയില്ല, നോക്കാം. അറിഞ്ഞില്ലേ, നമ്മളെയൊക്കെ വെല്ലുവിളിച്ച് ഇവിടെ ചിലവരൊരു പടം തട്ടിക്കൂട്ടി. എന്നിട്ടിപ്പോ എന്തുണ്ടായി? കട്ടപ്പുറത്തിരിക്കാനാ യോഗം. എന്തൊരു ആവേശമായിരുന്നു. വെളിച്ചം കാണണമെങ്കിൽ പോസ്റ്റേഴ്സിൽ ഞങ്ങളെ പോലുള്ളവരുടെ ഫേസ് വേണം. തന്നെ ചിലവരുടെയൊക്കെ ഫ്രീ സേവനം. നമ്മളൊക്കെ കാശ് കൊടുക്ക ഒരു ദിവസം വഴിയ. എന്താ ഒരു ശൗര്യം. ഇപ്പൊക്കെ വെള്ളത്തിലായില്ലേ? വെള്ളത്തിലല്ല,
പെട്ടിയില്, നല്ല ഇരുമ്പ് പെട്ടിയില് അന്ത്യവിശ്രമം കൊള്ളാൻ ഒരു സിനിമ. ആ പിന്നെ ആ ഉണ്ണി, ഏയ് അവൻ പണ്ടേ ശരിയല്ല. അവന്മാരൊക്കെ കുത്തുവാളെടുക്കുവന്നേ. പിന്നെ ലോണും മാരക പലിശയും. ആ പെണ്ണുമ്പുള്ളിയുടെ ജാമ്യത്തിന്റെ പുറത്ത് എത്രയും പൈസ കിട്ടിയത്. അവറ്റകൾ അതുകൊണ്ടാ ജീവിച്ചു പോകുന്നത്. അവരൊക്കെ ഇപ്പൊ പെരുവഴിയിലാവില്ലേ? എടാ സൂപ്പർ സ്റ്റാറേ, ചില്ലുമേടെ ഇരുന്ന് കല്ലെറിയരുത്. എറിഞ്ഞ 10 മില്ലി ആസിഡ് മതി നിന്റെ മോന്തയുടെ ഷേപ്പ് മാറാൻ. ഇപ്പൊ അവങ്ങളെ കൊണ്ട് ചെയ്യിക്കല്ലേ. എന്താ എന്താ പറ്റി? ബാക്കപ്പ്. ലൈറ്റ്സ് ഓഫ്. സാർ, ഇതാ നമ്മുടെ സിനിമ. എനിക്കിപ്പോ ഇത് നമ്മുടെ സിനിമ മാത്രമല്ല, ഈ പെട്ടിക്കുള്ളിൽ കുറേയേറെ ജീവിതങ്ങളുണ്ട്. രാജേട്ടന്റെ മോന്റെ ഓപ്പറേഷൻ, റഫീഖിന്റെ ഉമ്മയുടെ ഹജ്ജ് യാത്ര, സാറിന് നഷ്ടപ്പെട്ട തറവാട്, മക്കളുടെ വിവാഹം, പിന്നെ എന്റെ പൊന്നുമോനൊരു കുഞ്ഞു സൈക്കിൾ. ഞാൻ ഇനി എന്താ സാർ ചെയ്യേണ്ടത്? സാർ പറയും. നമ്മുടെ സിനിമ ഈ തിയേറ്ററിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ട് കാര്യമുണ്ടോ? അതും പൂട്ടിക്കിടക്കുന്ന ഈ അവസ്ഥയിൽ. ആർക്കും വേണ്ടാതെ ആരും കാണാതെ വെറുതെ പെട്ടിക്കാത്തിരിക്കുന്നതിന് നല്ലതല്ലേ? ഒറ്റ ദിവസം നമ്മുടെ വീട്ടുകാരും നാട്ടുകാരും കൂടി കാണട്ടെ. സിനിമ കളിക്കാനുള്ളൊരു പ്രിന്റ് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ ആളുകൾ അറിയണ്ടേ? ഒരു തിയേറ്ററിൽ മാത്രമായിട്ട് പോസ്റ്റ് അടിക്കാൻ പറ്റുമോ? നിന്റെ സിനിമ ഇവിടെ റിലീസ് ചെയ്യുന്നത് കുറേ സ്വപ്നം കണ്ടവനാ ഞാൻ. പക്ഷെ അത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. തിയേറ്റർ നിറഞ്ഞ പ്രൗഢി നിൽക്കുമ്പോ ഗംഭീരാഘോഷമായിട്ട്. ആ, നീ തന്നെ തുടങ്ങ. നെല്ലിന് വെക്കേണ്ട അരിവാട് പച്ച മനുഷ്യന്റെ കഴുത്തിന് വെക്കുമ്പോൾ തോറ്റുപോകുന്നത് കൊല്ലനാണ്. ആയുധങ്ങൾ കൂടും പാവും സ്വപ്നങ്ങളും നൽകി ഊട്ടിയുറപ്പിക്കുന്ന ഒരു പാവം കൊല്ലൻ. കൊല്ലൻ ഊട്ടിയുറപ്പിക്കുന്ന ഓരോ ആയുധത്തിലും ഒരു കലാകാരൻ്റെ അർപ്പണവും അവൻ്റെ ഹൃദയത്തിൻ്റെ വിങ്ങലുമുണ്ട്. ഉലയിൽ വേവുന്നത് അവൻ കാണുന്ന സ്വപ്നങ്ങളാണ്. അവനെ അധിക്ഷേപിക്കാം, അകറ്റി നിർത്താം. മറ്റാരും കാണാതെ പോയ അവൻ്റെ ഇടനെഞ്ച് തൊട്ടറിയാൻ നിങ്ങൾക്കെങ്കിലും ആവട്ടെ. ഈ കൊല്ലനുമുണ്ട്